സാറ് ഇന്നലെ വലിയ ജനപങ്കാളിത്തത്തോടെ നടന്ന ഒരു പരിപാടി ഉണ്ടായി. അയ്യപ്പ സംഗമത്തിൽ നടന്ന പോലെയല്ല. നടൻ മോഹൻലാലിന് സർക്കാർ കൊടുത്ത ആദരവ്, ലാൽ സലാം എന്ന് തന്നെയായിരുന്നു ആ പരിപാടിയുടെ പേര്. ലാൽ സലാം അതിന് മറ്റൊരു അർത്ഥവും കൂടി ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടെ വളരെ വികാരാധീനനായിട്ട് മോഹൻലാൽ അവിടെ സംസാരിക്കുന്നു. ഈ സ്നേഹവായ്പകളൊക്കെ കാണുമ്പോൾ എൻ്റെ വികാരം നിയന്ത്രിക്കാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ അഭ്യസിച്ച അഭിനയസിദ്ധി പോലും മതിയാകുന്നില്ല എന്ന തരത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇവിടെ നൈസായിട്ട് ഗോൾ അടിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ്. കാരണം വലിയ രീതിയിൽ സർക്കാരിനെതിരെ അവമതിപ്പ് സമൂഹത്തിൽ നിലനിൽക്കുന്നു. അയ്യപ്പ സംഗമം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ജനപങ്കാളിത്തം അതിന് തെളിവ്. എത്രത്തോളം സർക്കാർ പ്രതിരോധത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ശബരിമല സംബന്ധിച്ച് വിവാദങ്ങൾ നിൽക്കുന്നു. രാഷ്ട്രീയപരമായി തന്നെ CPM വലിയ പ്രതിസന്ധിയിലാണ്. ഭരണവിരുദ്ധ വികാരം, തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ, ഇതിൻ്റെ ഇടയിലാണ് ഒരു ആശ്വാസം പോലെ മോഹൻലാലിനൊരു സ്വീകരണം. അപ്പോൾ മോഹൻലാലിൻ്റെ ജനപ്രീതിയും സ്വീകാര്യതയും ചാരി, ഈ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നുള്ള തിയറി അനുസരിച്ച് ആ ജനപ്രീതിയിൽ കുറച്ച് എനിക്കും കൂടി കിട്ടിക്കോട്ടെ എന്ന് കരുതിയ ഒരു PR സ്റ്റണ്ടല്ലേ സത്യത്തിൽ മോഹൻലാലിന് ഇത്തരത്തിൽ ഒരു സ്വീകരണമൊക്കെ ഒരുക്കിയത്? 90% അതിനാണ് സാധ്യത. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ അംഗീകാരം പിണറായി വിജയനെ പേടിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് മോഹൻലാലൂടെ പോയാൽ ചിലപ്പം വീണ്ടും അപകടം ഉണ്ടാകും എന്നുള്ള പേടി ഉണ്ടായിട്ടുണ്ട്. ഭയം കൊണ്ടുകൂടിയാണ്. പിന്നെ രണ്ടാമത്തത്, ഇതിൽ പിണറായിയുടെ ഗുരു എന്ന് ഞാൻ കാണുന്നത്, ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഗുരു ഈ പുള്ളിയാണ്, നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണ്ണപ്പോറ്റി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് എന്താ ചെയ്തത്? സെലിബ്രിറ്റികളുടെ VVIPസിൻ്റെ, അതായത് പിണറായി വിജയൻ തൊട്ട് സോണിയാഗാന്ധി തൊട്ട് ഇങ്ങനെ VVIPസുമായിട്ടുള്ള പ്രോക്സിമിറ്റി കാണിക്കാൻ വേണ്ടി ഇവരുമായിട്ട് ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഫോട്ടോയൊക്കെ ഇഷ്ടംപോലെ കാണിച്ചു. അതുപോലെ തന്നെ പിണറായി വിജയനും മോഹൻലാലുമായിട്ട് പങ്കെടുക്കുന്ന ഫോട്ടോ കാണിക്കുകയാണ്. മോഹൻലാൽ ഇവരെക്കാൾ കൂടുതൽ മാർക്കറ്റബിലിറ്റി മോഹൻലാലിനുണ്ടെന്ന് പിണറായിക്ക് അറിയാം. അതുകൊണ്ട് പിണറായി മോഹൻലാലിനെ ഉപയോഗിച്ച് ചെയ്തു. പക്ഷേ ഇതിൻ്റെ അകത്ത് കുഴപ്പം, ഇവിടെ ഫാൻസ് ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പാണ്. മമ്മൂട്ടിയുടെ ഫാൻസ് ഗ്രൂപ്പുണ്ട്, മോഹൻലാലിനുണ്ട്, അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കൊക്കെ ഉണ്ട് ഫാൻസ് ഗ്രൂപ്പ്. പക്ഷേ സ്ട്രോങ് ഇവരുടെയാണ്. ഇവിടെ സംഭവിക്കുന്നത്, മോഹൻലാലിന് ഈ അംഗീകാരം കൊടുത്തതിനെ ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. എന്തിനാണ് അങ്ങേർക്ക് കൊടുത്തതെന്നുള്ള രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റും യൂട്യൂബ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് നാളെ മമ്മൂട്ടി ഫാൻസിനെ ചൊടിപ്പിക്കും. മമ്മൂട്ടിയുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. പരസ്യ നിലപാടാണ്, കൈരളിയായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് രക്ഷപ്പെടാൻ പിണറായി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഹിന്ദു സംഘം നടത്തിയ പോലെ, അയ്യപ്പ സംഘം നടത്തുന്ന പോലെ അടുത്ത് ചെയ്യാൻ പോകുന്നത്, മമ്മൂട്ടിക്ക് എവിടെയെങ്കിലും ഒരു അവാർഡ്, ശക്തി അവാർഡോ അല്ലെങ്കിൽ ദേശാഭിമാനി അവാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാലസംഘത്തിൻ്റെ അവാർഡോ മമ്മൂട്ടിക്ക് കൊടുത്തിട്ട് മമ്മൂട്ടിക്കും ഇതുപോലൊരു പൗരസ്വീകരണം സംഘടിക്കാനുള്ള സാധ്യത പിണറായി ആയതുകൊണ്ട് തള്ളിക്കളയാണ്. അല്ല, എനിക്ക് മനസ്സിലാകാത്ത സംഗതി, മോഹൻലാലിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം പരസ്യമാക്കി വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നയപരിപാടികൾ നിരീക്ഷിക്കുന്നവർ വിലയിരുത്തുന്നത് മോഹൻലാൽ സംഘപരിവാറിനൊപ്പമാണ്. അദ്ദേഹത്തിൻ്റെ സന്നദ്ധ സംഘടന വിശ്വഭാരതി എന്ന് പറയുന്ന സന്നദ്ധ സംഘടന പോലും RSSൻ്റെ പാത പിന്തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരു സേവാഭാരതിയുടെ പാത പിന്തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നരേന്ദ്രമോദിയെ തുറന്ന് പിന്തുണയ്ക്കുന്ന ഒരാൾ കൂടിയാണ് മോഹൻലാൽ. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വേണമെങ്കിൽ ഒരു BJP അനുഭാവിയാണെന്ന് മോഹൻലാലിനെ പറയാം. അങ്ങനെ ഒരാളെ ഇത്രയ്ക്ക് അങ്ങ് പിന്തുണയ്ക്കേണ്ട കാര്യം എന്താണ്? അതിനുവേണ്ടി മത്സരിക്കുകയാണെങ്കിലോ, നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നതിൽ മോഹൻലാലിനും പിണറായി കൂടെ മത്സരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അത് ശരിയാണ്, അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെയും ആകാം, ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ അങ്ങനെയാകാം. കാരണം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോഡി യാത്രയിൽ അതിന് പങ്കെടുക്കുക, അതിനെ അനുമോദിക്കുക, അതിൽ എന്തെങ്കിലും അഭിപ്രായം പറയുക ചെയ്യാത്ത ഏക പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. അതെ, ഭാരത് ജോഡോ യാത്ര, അത് വോട്ട് ചോറി ഇപ്പോൾ അടുത്ത നാളിലുണ്ട്. ഭാരത് ജോഡോ വോട്ട് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് രാഷ്ട്രീയമാണ്. മറ്റേ വോട്ട് ചോറി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതിപക്ഷവും പങ്കെടുക്കുന്ന. അപ്പോൾ ഇത് അവരുടെ കൂട്ടത്തിൽ മറ്റേതൊക്കെ റഹീമും ബിട്ടാസൊക്കെ പോകും. പക്ഷേ പിണറായി വിജയൻ മാത്രം ആ ഭാഗത്തേക്ക് പോവുകയില്ല. എൻ്റെ കാര്യം എന്തേ? അപ്പോൾ പിണറായി വിജയന് ഇവിടെ മോഹൻലാലിനെ കൊണ്ടു നടന്നാൽ, മോഹൻലാലിന് പല പ്രാവശ്യം പല റൂമറുകളും കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയാകും, അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് മോഹൻലാൽ വരും. സുരേഷ് ഗോപിയെ പോലെ തന്നെ പേര് BJPയിലേക്ക് കാല് വെച്ച് നടക്കുന്നു എന്ന് പറയുന്നയാളാണ് മോഹൻലാൽ. അപ്പം ഒന്നുകിൽ മോഹൻലാൽ പോകുന്ന കൂട്ടത്തിൽ ആ കൈയും പിടിച്ച് BJPയിലേക്ക് പോകാനാണോ, അതോ മോഹൻലാലിനെ എങ്ങനെയെങ്കിലും ചെകുവേരമാരുടെ കൂടെ തന്നെ പിടിച്ച് നിർത്താനാണോ പിണറായിയുടെ ഉദ്ദേശം എന്നറിയില്ല. മോഹൻലാൽ അത്ര ബുദ്ധിമോശം ചെയ്യും പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ മോഹൻലാൽ ബുദ്ധിമോശം ചെയ്യില്ല. മോഹൻലാൽ ഇന്നലെ തന്നെ ആ സ്വീകരണത്തിൻ്റെ കാര്യം പറയണം. എനിക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കിട്ടിയ അംഗീകാരമുണ്ട്, രാജ്യത്തിൻ്റെ പേര് കിട്ടിയ അംഗീകാരം വാൽക്കയല്ല,
ലെഫ്റ്റനന്റ് കേണലോ അങ്ങനെ ഒരു പൊസിഷൻ. അതെ അതെ അതെ. അതിന് കിട്ടിയപ്പോൾ അങ്ങേരം പവർ സ്വീകരണം കൊടുത്തോ? ഇല്ല. എന്തേ കൊടുക്കാതെ? ഒരു പക്ഷേ മോഹൻലാലിൻ്റെ ജനപ്രീതി ഇതിനു മുമ്പും CPM സർക്കാർ വിദഗ്ധമായി ഉപയോഗിച്ചിട്ടുണ്ട്. മുൻപ് നമ്മുടെ ഇന്ദ്രൻസിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ വേദിയിൽ മോഹൻലാലിന് അടക്കമുള്ള സൂപ്പർ താരങ്ങൾ എന്ന ആരോപണം വിധേയരായിരുന്നു. നമ്മുടെ ഈ നടിക്കെതിരെയുള്ള ആക്രമണം, ആ സംഭവത്തിൽ ഈ സൂപ്പർ താരങ്ങളൊക്കെ പ്രത്യക്ഷ നിലപാടെടുക്കാതിരുന്നൊരു സമയം. അപ്പോൾ വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങിയ വേദിയിൽ മോഹൻലാൽ ആ വിമർശനങ്ങളൊക്കെ അതിജീവിച്ച് സർക്കാർ പരിപാടിയിൽ വേദിയിൽ വന്നു നിന്ന് വലിയ രീതിയിൽ ഇത് എൻ്റെ കൂട്ടർക്ക് കിട്ടുന്ന അംഗീകാരമാണ്, അതിൽ ഞാൻ സാക്ഷ്യം വഹിക്കേണ്ടത് എൻ്റെ കടമയാണ്, എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗ് ഇട്ട് കൈയടിയും വാങ്ങി പോയ ആളാണ് മോഹൻലാൽ. അവിടെയും ഹീറോ ആയത് മോഹൻലാലിനെ പോലൊരാളെ വേദിയിലെത്തിച്ച സർക്കാരാണ്. അല്ല, അത് ഇവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. വേദിയിൽ എത്തിക്കുന്നത് കൊണ്ട് ഇവിടെ പ്രകാശ് രാജിനൊക്കെ എത്തിച്ചിട്ടുണ്ട്. പ്രകാശ് രാജ് തമിഴ്നാട്ടിലെ സ്റ്റേജിൽ പോയിട്ടുണ്ട്, കമലഹാസൻ പോയിട്ടുണ്ട്. ഇപ്പോൾ വിജയ് എന്നപ്പോൾ മാത്രമേ ആളുള്ളൂ. മോഹൻലാൽ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ അവാർഡ് കൊണ്ടിങ്ങോട്ട് വരുന്നതെങ്കിൽ ഒന്നാം മോഹൻലാലിന് അവാർഡ് കിട്ടിയ അനവസരത്തിലാണ്. അതെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ പെട്ടിക്കകത്ത് വെച്ച് പൂഴ്ത്തി വെച്ചിട്ട് എന്ത് അവാർഡ് മേടിച്ചാലും അതിന് അഭിനയം എന്നൊക്കെ പറയാം. അങ്ങനെയാണ് ഇന്ത്യൻ കളിക്കാർക്കുള്ള കൈ കൊടുക്കാമായിരുന്നു അഭിനയമാണെങ്കിൽ. അല്ലെങ്കിൽ കളിയാണ് പ്രധാനമെങ്കിൽ അവർ കൊടുത്തില്ലല്ലോ. പക്ഷെ മറിച്ച് മോഹൻലാൽ ഇവിടെ ചെയ്തത് അവാർഡ് കിട്ടി, ഫാൽക്കെ അവാർഡ് കിട്ടി. അത് മോഡിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ BJPയുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ മോഡിയുടെ കയ്യിൽ നിന്നുള്ള അവാർഡ് തിരിച്ചു കൊടുത്ത പശ്ചാത്തലമുണ്ട് ഇവിടെ. അതെ, എന്നാ വെമുല എന്ന് പറഞ്ഞാൽ രോഹിത് വെമുല ഇവിടെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവാർഡ് പല ബുദ്ധിമാന്മാരും ബുദ്ധിജീവികളെല്ലാം ഒത്തിരി സാംസ്കാരികമായ അവാർഡ് തിരിച്ചു കൊടുത്തു. അതേ മോഡിയുടെ കയ്യിൽ നിന്നല്ലേ, അല്ലെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നല്ലേ അവാർഡ് മേടിച്ചേ? അല്ല, ഈ പരിപാടിയുടെ പേര് തന്നെ ശ്രദ്ധിക്കണം, ലാൽ സലാം. അത് ബോധപൂർവ്വമായിട്ട് തന്നെ പേര് തരാം. അത് ലാൽ സലാം സിനിമയുടെ പേര് പറയാം. ലാൽ സലാം എന്ന സിനിമയുടെ ഒരു സിനിമ പേര്. പക്ഷേ ലാൽ സലാം എന്ന് വെച്ചാൽ റെഡ് സല്യൂട്ട് അല്ല. ലാൽ സലാമിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് വർഗീസ് ഇതിനൊരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിട്ടാണ് അഭിനയം. അത് അഭിനയിച്ചതാണെന്ന് പറയാം. അപ്പോൾ അഭിനയത്തിനല്ലേ അവാർഡ് കിട്ടിയത്. ഇനി ഇത് അഭിനയമല്ലെന്ന് പറയാൻ പറ്റുമോ? മോഹൻലാൽ അവാർഡ് കിട്ടി. അല്ല, അങ്ങനെ അഭിനയിച്ച ഒരു പഴയകാല ചരിത്രമുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ് പ്രതിരോധത്തിലായപ്പോൾ ഒരു ലാലിസം എന്നും പറഞ്ഞ് നമ്മുടെ ദേശീയ ഗെയിംസ് ഇവിടെ വന്നപ്പോൾ പുള്ളി പാടി അങ്ങ് അഭിനയിച്ചായിരുന്നു. അത് വലിയ അതിനെ കളിയാക്കിയ ഉമ്മാരല്ലേട്ട്, അതിനെ കളിയാക്കിയാണ് വിപ്ലവകാരികളെല്ലാം ഇതിട്ട്. മോഹൻലാലിനെ പുച്ഛമായിരുന്നു. അതെ, മോഹൻലാലിനെ ഈ മാടമ്പി ഫാസിസത്തിൻ്റെ ഒക്കെ പ്രതീകമായിരുന്നു ആര്? മോഹൻലാൽ. ഇന്ന് ഇതെല്ലാമായിട്ട് ഇത് കാണണം. മോഹൻലാലിനെ ഇവിടുത്തെ ഒരു പറ്റം ബുദ്ധിജീവികൾ ചിത്രീകരിച്ചിരിക്കുന്ന ഫാസിസം, മാടമ്പി, നായർ പ്രമാണി, ഇങ്ങനെയുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും കൂടി ചേർത്താണ് വായിക്കുക. അല്ല, രാഷ്ട്രീയം മാത്രം അങ്ങനെ അഭിനയിച്ച ക്യാരക്ടേഴ്സ് എല്ലാത്തരായിരുന്നു. അതെ, MDയുടെ പല ക്യാരക്ടേഴ്സ് തമ്പുരാൻ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ തമ്പുരാൻ ക്യാരക്ടേഴ്സ് അഭിനയിച്ച മോഹൻലാലുമായിട്ട് ഇന്ന് പിണറായി കൈകൊടുക്കുമ്പോൾ പിണറായിയും കൂടെ ഒരു തമ്പുരാൻ ക്യാരക്ടറെ അഭിനയിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള മാർഗ്ഗങ്ങളാണ്. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞ ഭാരത് ജോഡോ യാത്രയിലും വോട്ട് ചോരി യാത്രയിലും ഒക്കെ പിണറായി വിജയൻ മാറ്റി നിൽക്കുന്നത്. ഞാൻ തമ്പുരാനാണ്, ഞാൻ ഇലക്ഷൻ നടത്തുന്നവനാണ്, ഞാൻ നടത്തുമ്പോൾ ആരും വോട്ട് കൊണ്ടുപോയില്ലെന്ന് തമ്പുരാൻ പറയുള്ളൂ, കറക്റ്റായിരിക്കുമെന്ന് പറയുള്ളൂ. ആ തമ്പുരാൻ റോളിലേക്ക് മോഹൻലാലിൻ്റെ തമ്പുരാൻ റോളും പിണറായിയുടെ തമ്പുരാൻ റോളും തമ്മിൽ ഒന്ന് സമ്മേളിക്കുമ്പോൾ എന്തെല്ലാം ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഇനി മമ്മൂട്ടി ഫാൻസിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഒരാഴ്ചക്കുള്ളിൽ അറിയാം.